BBC-യുടെ ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ളത്. അത് നമ്മുടെ രാജ്യത്തെ ആദായനികുതി വകുപ്പിൻ്റെ തുടർച്ചയായ പകപോക്കൽ നടപടികൾ കാരണമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ BBC നിർബന്ധമായത് എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലോകത്ത് സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടി എക്കാലവും ശ്രമിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ് ഇത് വലിയ തോതിൽ കണ്ടിരുന്നത്. ഇപ്പോൾ BJP ഗവൺമെൻറ്റും അതേ രീതി അതിശക്തമായിട്ടാണ് പിന്തുടരുന്നത്. അപ്പോൾ അനുസരണയോടെ മുട്ടിലഴയുന്ന മാധ്യമങ്ങളെയാണ് അവർക്ക് ആവശ്യം. ഭീഷണിപ്പെടുത്തിയും വരുതിയിൽ ആകുന്നില്ലെങ്കിൽ അവയെ ഇല്ലാതാക്കുക എന്നതാണ് ഇത്തരം ഭരണകൂടങ്ങളുടെ പൊതുവായ നയം. BBC വിഷയത്തിലും അതാണ് കണ്ടത്. അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിലും BBC-യുടെ ഉത്തരവാദപ്പെട്ടവർക്ക് ഇവിടെ വലിയ ദുരനുഭവങ്ങൾക്ക് ഇരയാകുന്നതിന് വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായി എന്നതൊക്കെ ആ കാലത്ത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ അന്ന് ഗുജറാളായിരുന്നു വകുപ്പ് കൈകാര്യം ചെയ്തതുകൊണ്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയില്ല. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയതൊക്കെ പഴയ കഥകളിൽപ്പെട്ടതാണല്ലോ. ഏതായാലും BJP സർക്കാർ ഇപ്പോൾ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് തുടർച്ചയായി താഴോട്ടാണ് പോകുന്നത്. പാരീസ് ആസ്ഥാനമായുള്ള റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിൻ്റെ 2023 റിപ്പോർട്ട് അനുസരിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ റാങ്ക് 180 രാജ്യങ്ങളിൽ, നേരത്തെ 150-ലായിരുന്നു, ഇപ്പോൾ അത് 161-ലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവയെ നല്ലതുപോലെ താലോലിക്കും. പക്ഷേ നിർഭയത്തോടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട്. അവയെ അടിച്ചമർത്തുന്ന നിലയാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. സംഘപരിവാറിന് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തനം, ആ മാധ്യമപ്രവർത്തകരെ കയ്യൂക്കുപയോഗിച്ച് വേട്ടയാടുന്നതും നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.